കൊല്ലം കരുനാഗപ്പള്ളിയിൽ റോഡിൽ തടഞ്ഞു നിർത്തി യുവതിയെ ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. കോഴിക്കോട് സ്വദേശിയായ ചിഞ്ചുവിനാണ് പരിക്കേറ്റത്. പ്രതി പ്രശോഭിനെ കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ചവറ പോലീസിൽ ഈ യുവതി പരാതി നൽകിയതാണ് ഇയാളെ ചൊടിപ്പിച്ചത്. യുവതിയെ റോഡിൽ തടഞ്ഞു നിർത്തി കുത്തുകയായിരുന്നു. ആക്രമണം തടയുന്നതിനിടെ യുവതിയുടെ കൈമുട്ടിന് ആഴത്തിൽ മുറിവേറ്റു. നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, എന്തായിരുന്നു സംഭവിച്ചത്? കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. ഇത് പന്മന സ്വദേശി പ്രശോഭാണ് ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചത്. ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇവർ ചവറ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതി നൽകിയിരുന്നു. അപ്പോൾ ചവറ പോലീസ് ഇരുവരെയും വിളിച്ചു വരുത്തിയെങ്കിലും പ്രശോഭ് എത്താൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ പ്രശോഭ് ഈ ഭാര്യയെ തടഞ്ഞു നിർത്തി, ചിഞ്ചുവിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ക്രൂരമായിട്ട് പരിക്കേറ്റു. അതുപോലെ തന്നെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചിട്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമം നടത്തുകയായിരുന്നു. കൈമുട്ടിന് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. അങ്ങനെ രക്തം ചിഞ്ചുവിനെ നാട്ടുകാർ ഇടപെട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഉടൻ തന്നെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. കരുനാഗപ്പള്ളി പോലീസ് കേസെടുക്കുകയും ഈ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ചിഞ്ചു മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. വിനീഷ്, ഇവർ ഇവിടെ ഉള്ളവരാണോ, ഇവിടെ വന്ന് താമസിക്കുന്നവരാണോ, എന്താണ് ഇവരുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്താണ് ലഭിക്കുന്നത്? നിലവിൽ കൊല്ലം സ്വദേശികൾ തന്നെയാണ്. ഈ കരുനാഗപ്പള്ളിയിലുള്ള കോഴിക്കോട് സ്ഥലത്താണ് ഈ ചിഞ്ചുവിന്റെ സ്വദേശം. ചവറയിലാണ് ഇവർ താമസമായിരിക്കുന്നത്. അപ്പോൾ ഈ കുടുംബ പ്രശ്നം നിലനിന്നിരുന്നു. മുൻപും ഈ പ്രശോഭനെതിരെ പരാതി നൽകിയിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രശോഭ് സ്റ്റേഷനിലെത്താനൊന്നും തയ്യാറായിട്ടില്ലായിരുന്നു. ഇതിൽ ഈ പരാതി നൽകിയതിലുള്ള വിരോധമാണ് ചിഞ്ചുവിനെ ക്രൂരമായി മർദ്ദിക്കാൻ കാരണമായത്. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി ഒരു ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ചിഞ്ചുവിനെ തടഞ്ഞു നിർത്തി പ്രശോഭ് അതിക്രൂരമായി മർദ്ദിച്ചു. എന്നിട്ട് ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. പ്രശോഭിന്റെ സ്കൂട്ടറിലേക്ക് ബലം പിടിച്ച് കയറ്റാൻ ശ്രമിക്കുന്നു, നിർബന്ധിച്ച് കയറ്റാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇവർ അതിൽ കയറാൻ തയ്യാറായില്ല. അങ്ങനെ സമീപത്ത് ഒരു ഓട്ടോയും കാണാൻ കഴിയും. ആ ഓട്ടോയിലാണ് നാട്ടുകാർ ഇടപെട്ട് ചിഞ്ചുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അക്രമം തന്നെയാണ് നടന്നത്. വധശ്രമത്തിനെതിരെയാണ് ഇപ്പോൾ കരുനാഗപ്പള്ളി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശ്രീജ. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് അതിക്രമം. റോഡിൽ തടഞ്ഞു നിർത്തി ഭാര്യയെ ആക്രമിക്കുകയായിരുന്നു, കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് യുവതിയുടെ കൈമുട്ടിന് താഴെ ആഴത്തിൽ മുറിവേറ്റത്. പോലീസിൽ പരാതി നൽകിയതാണ്, ഗാർഹിക അതിക്രമത്തിന് പരാതി നൽകിയതാണ് ഇയാളെ ചൊടിപ്പിച്ചത് എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ.